CPM നേതാവും KTDC ചെയർമാനുമായ PK ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ വലിയ എതിർപ്പിലാണ് യൂത്ത് കോൺഗ്രസ്. കോൺഗ്രസിനാണ് PK ശശിയെ എത്തിക്കാനുള്ള വലിയ ആഗ്രഹമുള്ളത്. പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്നുള്ളതാണ്. PK ശശിയെ പോലെ സ്ത്രീ പീഡനം ആരോപണം നേരിടുന്നവർക്ക് കോൺഗ്രസ് പരവതാനി വിരിക്കരുത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി VP ദുൽഫിക്കർ വിമർശിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ PK ശശി പങ്കെടുത്തതിന് പിന്നാലെയാണ് ശശി കോൺഗ്രസിലേക്ക് എന്ന ചർച്ചകൾ ഉടലെടുത്തതും അതിന് VK ശ്രീകണ്ഠൻ MP നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത്. അങ്ങനെ ഏതവനെയും പിടിച്ച് പാർട്ടിയിൽ ചേർക്കാനുള്ളതാണോ എന്നുള്ള ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു. PK ശശിയുടെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ പറ്റിയവനല്ല എന്നുള്ള വാർത്തകളാണ് എല്ലാ ഭാഗത്തു നിന്നും പാർട്ടി എടുത്തിരിക്കുന്നത്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്നാണ് PK ശശി അന്ന് പറഞ്ഞിരുന്നത്. CPMൽ അച്ചടക്ക നടപടി നേരിട്ട ശശിയെ ചടങ്ങിൽ പങ്കെടുത്ത VK ശ്രീകണ്ഠൻ പരോക്ഷമായി കോൺഗ്രസിൽ ക്ഷണിച്ചതാണ് ഈ ചർച്ചയ്ക്കെല്ലാം വഴിവെച്ചത്. വെളുത്ത കോട്ടൺ ഷർട്ട് ധരിച്ചെത്തിയ ശശിയോട് ഇത് ഏറ്റവും നന്നായി യോജിക്കുന്നുണ്ട് എന്ന് MP പറഞ്ഞതും അത് കതറാക്കി മാറ്റി കോൺഗ്രസിലേക്ക് വരുന്നതാണ് നല്ലത് എന്നുള്ളൊരു സൂചനയും അന്ന് നൽകിയതാണ് MP. എന്നാൽ MP-യുടെ വാക്കുകൾ ശരിയല്ലെന്നും ഇതുവരെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത് PK ശശി എന്ന നേതാവിനെതിരെ മാത്രമല്ല, അദ്ദേഹം നടത്തിയ സ്ത്രീ പീഡനത്തെയും സ്ത്രീകളെ അദ്ദേഹം കണ്ട രീതിയെക്കുറിച്ചൊക്കെ എതിരായിരുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഒരാളെ വെള്ളപൂശി കോൺഗ്രസിലേക്ക് എടുത്താൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമായി യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ്. ഇതിന് മറ്റുള്ള KPCC നേതാക്കൾ എന്ത് തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ KPCC നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതിൽ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ VK ശ്രീകണ്ഠന്റെ നിർബന്ധത്തിന് വഴങ്ങി കോൺഗ്രസിലേക്ക് PK ശശിയെ എടുത്താൽ അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എത്തിച്ചേരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യറൊക്കെ പാലക്കാട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നതുപോലെ അത്ര എളുപ്പത്തിൽ PK ശശി എന്ന CPMന്റെ മുൻ MLA വരാൻ സാധ്യതയില്ല. PK ശശി മുൻ MLA ആയതുകൊണ്ട് CPMന് വലിയ തിരിച്ചടി നൽകാൻ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നത് നല്ലതാണ് എങ്കിലും, പക്ഷേ അദ്ദേഹത്തിന്റെ സ്വഭാവ രീതി, സ്ത്രീ പീഡനം എന്നുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതിയ ആ വാക്ക്, അത് എന്തുകൊണ്ടും ശശിയെ കോൺഗ്രസിൽ എത്തിക്കുന്നതിൽ മെല്ലെ പോക്കുണ്ടാകും എന്നുള്ളത് 100% ശരിയാണ്. അതിനാണിപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് നമ്മൾ കാണുന്നത്.